ഈ പ്രചരണ സമയത്ത് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കുമ്പോഴും അവരുടെ ഫ്ലെക്സിൽ ഒരൊറ്റ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറുഭാഗത്ത് അന്ന് ടീം UDF ആയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നു, തരംഗമാണ്, മിന്നുന്ന വിജയത്തിൽ ജനവിധി വരുന്നു. ഇപ്പോൾ ഈ ജനവിധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീം UDF പൊട്ടിത്തെറിക്കുകയാണോ, അത് ചിന്നിച്ചിതറി പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പാലഭിഷേകം മുതൽ പ്രകടനം വരെ ഇത് കേരളം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കേരളം നൽകിയ ജനവിധി മനസ്സിലാക്കാതെയാണോ നേതാക്കൾ, ഒരാളെന്നല്ല എല്ലാവരും പെരുമാറുന്നത്? ഒരിക്കലും അല്ല ആര്യ. നമ്മൾ കാണുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്, ജനാധിപത്യത്തിന്റെ ജീർണതയല്ല. ഇത് കാണുന്നത് ജനാധിപത്യം എന്ന ഡെമോക്രാറ്റിക് പ്രോസസ് എന്ന മനോഹരമായ ഒരു കാര്യമാണ്. കാരണം ആര്യയുടെയും എന്റെയും നമ്മുടെ വോയിസിന് പോലും നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലോ ഒരു വെയിറ്റേജ് കിട്ടുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന സാധാരണക്കാരന് പോലും വില കിട്ടുകയാണ്. ഓരോ MLAക്കും വില കിട്ടുകയാണ്. അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം ഈ പ്രോസസ്സിനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നോർത്ത് കൊറിയ അല്ലല്ലോ, കിം ജോങ് യുങ് മാത്രം വന്ന് 99% പുള്ളിക്ക് മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന രീതിയിൽ നോർത്ത് കൊറിയ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രോസസ്സിൽ അഭിമാനിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ഫ്ലക്സ് കയറിയ തെറ്റാണ്, ശ്രീ KCയുടെ ഫ്ലക്സ് കയറിയ തെറ്റാണ്. ഫ്ലക്സ് കീറ്റൽ മാറ്റി വെച്ചാൽ ഈ വൈബ്രൻസിനെ അല്ലേ നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. അതായത് കോൺഗ്രസിലും UDFിലും ഏറ്റവും മിനിമം, UDFിൽ കുഞ്ഞാലിക്കുട്ടി സാറും ഉണ്ട്, കോൺഗ്രസിൽ 5 പേർ മുഖ്യമന്ത്രിയാൻ യോഗ്യതയുള്ളവരുണ്ട്. ശ്രീ KC, VD, രമേശ് ചെന്നിത്തലാജി, ശശി തരൂർ, ശ്രീ K മുരളീധരൻ. ഒരു 5 പേർ മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യതയുള്ള ഒരു പാർട്ടി ഉണ്ടെന്ന് തന്നെ പറയുന്നത് ആ പാർട്ടിയുടെ ആന്തരിക ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് കാണിക്കുന്നത്. അവരുടെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ലീഡർഷിപ്പിന്റെ നന്മയാണ് കാണിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ തെറ്റായി റീഡ് ചെയ്യുകയാണ്. ഇതിന്റെ പോസിറ്റീവ് റീഡിംഗ് എന്താണ്? ശ്രീ KCക്കാണ് 47 പേരോടെ സപ്പോർട്ടോടുകൂടി കോൺഗ്രസിന്റെ ഉള്ളിൽ അപ്രമാദിത്വം അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് ഉള്ളത്. നേരെ മറിച്ച് മുസ്ലിം ലീഗിന്റെ അടക്കം ഘടകകക്ഷികളുടെ സപ്പോർട്ട് ശ്രീ VD സതീശനും സോഷ്യൽ മീഡിയയുടെ അടക്കം സപ്പോർട്ട് VD സതീശനുമാണ്. ശ്രീ രമേശ് ചെന്നിത്തലാജിക്ക് സീനിയോറിറ്റിയും, അദ്ദേഹം ഏറ്റവും മികച്ച ഭരണകർത്താവായിരുന്നു, അഡ്മിനിസ്ട്രേറ്ററാണ്. ഇവര് തമ്മിലുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള സംവാദം, ഇതിനെ തന്നെ നമ്മൾ ജനാധിപത്യം എന്ന് പറയേണ്ടത്. അവർ ഒരുമിച്ച് തന്നെ വന്ന് നമ്മളോട് സംവദിക്കുമ്പോൾ ഇതിനേക്കാൾ പോസിറ്റീവ് എന്താ? ഇതല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഒരു കാര്യം നമ്മൾ ആരും മറക്കരുത്, പട നയിച്ചത് VD സതീശനാണ്, എന്നാൽ പട ഒരുക്കിയത് KC വേണുഗോപാലാണ്. VD സതീശൻ പട നയിച്ചെങ്കിൽ പട ഒരുക്കിയത് KC വേണുഗോപാലാണ്. ഇത്രയധികം സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത്, കൺസെൻസസ് ഉണ്ടാക്കിയത്, വിമതശല്യം ഇല്ലാതാക്കിയത്, റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്തത്, ഓർഗനൈസ് ചെയ്തത്, ഇതെല്ലാം ശ്രീ KC വേണുഗോപാലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ശ്രീ VD സതീശൻ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രഭാഷകരിൽ, ഒറേറ്ററിൽ ഒരാളാണ്. അതേപോലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാൾ ശ്രീ KC വേണുഗോപാലാണ്. ഭാരത് ജോഡോ അടക്കം നടത്തി ശ്രീ രാഹുൽ ഗാന്ധിയുടെ 2ാം വരവിന് കളമൊരുക്കിയതും ദേശീയ രാഷ്ട്രീയത്തിൽ മോദിജിയുടെ പ്രഭാവമുള്ള യുഗത്തിൽ പോലും, മോദി യുഗത്തിൽ പോലും കോൺഗ്രസിന് ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ശ്രീ KC അടക്കമുള്ള ഓർഗനൈസ് ഉള്ളതുകൊണ്ടാണ്. ആ സംഘാടക മികവിനെ നമ്മൾ കാണാതിരിക്കരുത്. ഇനി ശ്രീ രമേശ് ചെന്നിത്തലാജിയുടെ ഭരണപരിചയവും കാര്യങ്ങളും ഇതേപോലെ മികച്ചതാണ്. ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പൊ 3 കഴിവുള്ള നേതാക്കൾ, 3 പേർക്കും ഈക്വലി സ്റ്റേക്ക് ഉണ്ട്. 3 പേരും ജനാധിപത്യ പ്രക്രിയയെ സമ്പുഷ്ടമാക്കാൻ സാഹോദര്യത്തോടെ, സൗഹാർദ്ദത്തോടെ ഒരുമിച്ചിരുന്ന് ഈ വാദങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. അതിൽ നിന്നൊരു നെഗോഷിയേറ്റഡോ അല്ലെങ്കിൽ കൺസെൻസസിലേക്ക് വരുന്നു. ഇതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതെന്തോ മോശമാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഇത് യഥാർത്ഥത്തിൽ ഈ പ്രോസസ്സിനെ അല്ലേ നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇനി 2 കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ശ്രീ VD സതീശന് ഏറ്റവും മികച്ച, ഞാൻ VD സതീശന്റെ ഒരു ആരാധകനാണ്, എന്നാൽ ശ്രീ KC വേണുഗോപാൽ ചെയ്ത കോൺട്രിബ്യൂഷൻസ് പല ആൾക്കാരും മറയ്ക്കാൻ നോക്കുകയാണ്. ശ്രീ KC വേണുഗോപാൽ ഓട് പൊളിച്ചു വന്ന ആളൊന്നും അല്ലല്ലോ. ഇത്രയും കാലം നിന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച സംഘാടകനാണ്. ഞാൻ ഈ ഇലക്ഷൻ ദിവസം ശ്രീ അർണബ് ഗോസ്വാമിയുടെ കൂടെ ആയിരുന്നു. അവിടെ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഏറ്റവും ആദരവോടുകൂടിയാണ് KCയുടെ പേരെടുക്കുന്നത്. കാര്യം KC അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്കുള്ള KCയുടെ കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഇത് അതായത് ശ്രീ VD സതീശന്റെ ശക്തി, പൊടിപ്പാറ സാറ് പറഞ്ഞ പോലെ മികച്ച ഒറേറ്ററാണ്, അതേപോലെ മികച്ച ഓർഗനൈസറാണ് KC. ഈ 2 പേർക്കും കോംപ്ലിമെന്റിങ് കാര്യങ്ങളുണ്ട്. ഇനി 2 പേരിൽ ആരാണെങ്കിലും അവർ പരസ്പരം സഹകരിച്ചും സഹായിച്ചുമേ മുമ്പോട്ട് പോവുകയുള്ളൂ. ഈ ആന്തരിക ജനാധിപത്യ പ്രക്രിയ നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യമാണെന്ന് കാണാതെ മറ്റു രീതിയിൽ കാണുന്നതിൽ അർത്ഥമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീ KCയെ അധിക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന, സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഈ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയതിൽ ഏറ്റവും പ്രധാനി ശ്രീ KC വേണുഗോപാലാണ് എന്നുള്ള വസ്തുത കൂടി അവർ മറക്കരുത്. അദ്ദേഹത്തിന്റെ ഓർഗനൈസിംഗ് സ്കിൽസിനെ മറക്കരുത്. ഇന്ത്യയിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് മറക്കരുത്. കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാവ് ഗാന്ധി പരിവാർ ആണല്ലോ. ഈ ഗാന്ധി പരിവാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു വ്യക്തിയാണ് ശ്രീ KC വേണുഗോപാൽ. യഥാർത്ഥത്തിൽ ഇതൊരു നെഹ്റു പട്ടേൽ പോലെയാണ്. അതായത് VD സതീശൻ ജി ഒരു സെന്റർ ലെഫ്റ്റ് നെഹ്റുവിയൻ സെക്കുലറിസ്റ്റ് ആണ്.
സെൻട്രിസ്റ്റോ സെന്റർ റൈറ്റ് ലീനിങ്ങോ ഒക്കെയാണ് ശ്രീ കെ സി വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കൽ പ്രശ്നം അത്ര ക്ലിയർ ആക്കാറില്ല. എന്നാൽ ശ്രീ രമേശ് ചെന്നിത്തലാജി സമുദായങ്ങളെയും എല്ലാം ചേർത്ത് നിർത്തി ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇതിനൊരു ആശയപരമായ തലം കൂടിയുണ്ട്. അതായത് കാരശ്ശേരി മാഷ് അടക്കമുള്ളവർ, നമ്മുടെ ജാമിയ മിലിയയിലും JNUവിലുമുള്ള ബുദ്ധിജീവികൾ, ലിബറൽ തിങ്കേഴ്സ്, ഇവരെല്ലാം ശ്രീ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വ്യക്തിപരമായ പ്രഭാവം, ഒരു ഐഡിയോളജിക്കൽ ബാക്കിങ്ങും ഉണ്ട്. ഇതേപോലെ KCയെ പിന്തുണയ്ക്കുന്നവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും കേരള രാഷ്ട്രീയത്തിന്റെയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ നിലപാടുകൾക്ക് KCയുടെ ഫ്ലെക്സിബിലിറ്റിയും ലീഡർഷിപ്പ് സ്കിൽസും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നവരാണ്. ശ്രീ വി ഡി സതീശന് ചില കാര്യങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി കുറവാണെന്ന് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാറുണ്ട്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ 3 പേരെയും കുറിച്ച് കൃത്യമായി എന്തുകൊണ്ട് 3 പേരും യോഗ്യരാണ്, അർഹരാണ്, അവരുടെ 3 പേരുടെയും കഴിവിനെയും യോഗ്യതയും അർഹതയും ആരും കുറച്ച് കാണിക്കുന്നില്ല. പക്ഷെ ഇതൊരു വലിയ മാൻഡേറ്റ് ആണ്. ആ മാൻഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പ്രതീക്ഷിക്കുന്നത് ഒരു തീരുമാനമാണ്. അപ്പൊ ആ ജനവിധിയെ മാനിക്കുന്ന ഒരു തീരുമാനം, ജനവികാരത്തെ മാനിക്കുന്ന ഒരു തീരുമാനം, അത് എത്രയും പെട്ടെന്ന് ആരായാലും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളൊരു വികാരമാണ് വോട്ട് ചെയ്ത വോട്ടർമാർക്കുള്ളത്. പെട്ടെന്നൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം മാത്രം. മല്ലികാർജുന ഖാർഗെയും ശശി തരൂർ സാറും തമ്മിൽ മത്സരിച്ചപ്പോ ഇന്ത്യ മുഴുവൻ ശശി തരൂരിന് അനുകൂലമായിരുന്നു. ഇന്ത്യ മുഴുവൻ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കണമെന്നും കോൺഗ്രസിനെ രക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാർ ശശി തരൂർ എന്ന വിശ്വപൗരൻ അവിടെ വരണമെന്ന് ആഗ്രഹിച്ചതല്ലേ? സോഷ്യൽ മീഡിയയിൽ ഞങ്ങളടക്കം, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞങ്ങളടക്കം ശശി തരൂരിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തതല്ലേ? പക്ഷേ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഹൈക്കമാൻഡാണ് തീരുമാനം. സ്ട്രക്ചർ അല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടുകൾ അന്ന് മല്ലികാർജുൻ ഖാർഗെക്കാണ് കിട്ടിയത്. ആ രീതിയിലാണ് അതെന്തുകൊണ്ടാണ് അറിയാമല്ലോ. അത് ഞാൻ പറഞ്ഞത്, ഇവിടെ 2 പേർ കേരളത്തിൽ മത്സരിച്ച നേതാക്കളാണ്. 2 പേരും 5 വർഷം വീതം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ആ മുന്നണിയെ മുന്നോട്ട് നയിച്ചവരാണ്. KC വേണുഗോപാൽ ഇത്തവണ മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രശ്നമായി അദ്ദേഹത്തെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ ഗുണങ്ങളെല്ലാം അതെല്ലാം AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം ചെയ്യേണ്ട ഒരു ചുമതല കൂടിയാണ് എന്നുള്ളതാണ് ആ വിമർശിക്കുന്നവർ പറയുന്ന കാര്യം. ആരും അനർഹരാണെന്നോ അയോഗ്യരാണെന്നോ പറയുന്നില്ല. അത് ഭംഗിയായി അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ആ സംഘാടക മുഴുവനെ ചില ആൾക്കാരെങ്കിലും, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ഡീമീൻ ചെയ്യുന്നതായി, അതിന്റെ മൂല്യം കുറച്ച് കാണുന്നതായി തോന്നുന്നുണ്ട്. അവിടെയാണ് പറയുന്നത് 3 പേരും ഈക്വലി ഗുഡ് ആണ്. ആരുടെ കയ്യിലും കേരളം സേഫാണ്. പറയാം 3 പേരും യോഗ്യരാണ്, അർഹരാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. 3 പേരെയും കുറിച്ച് നേരത്തെ രാഹുൽ ഈശ്വർ തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചു. ആരായാലും യോഗ്യതയുടെ കാര്യത്തിൽ അളവുകോലിൽ പല അളവുകോലാണ്, പല മാനദണ്ഡങ്ങളാണ്. എല്ലാവരും ഓരോരുത്തർക്കുമായ യോഗ്യത കൊണ്ട് അവരുടെ നേതൃപാഠവം അത് കേരളത്തിന് മുന്നിൽ കാണിച്ച നേതാക്കളുമാണ്. നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം.